Good morning, all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Okay. എല്ലാവരും വന്നോ? മഴയൊക്കെ മാറി എല്ലാവരുടെയും? മഴയൊക്കെ ഇവിടെ മാറി. നല്ല മഴയാണ്. മഴയുണ്ട് അല്ലേ? 2 ദിവസം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും നല്ല മഴയുണ്ട് അല്ലേ? മഴ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, റേഞ്ചിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ? കുറച്ച് പേർക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലെ? റേഞ്ചിന്റെ ഒക്കെ കുഴപ്പമില്ല കേട്ടോ. മഴ മാറി നോക്കി ആയിക്കോളും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇനി ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഉള്ളത് കംപ്ലീറ്റ് ആവാം. ഓക്കെ, അപ്പൊ എടുത്തത്രയും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ലാസ്റ്റ് വൺ ഒന്നും കൂടി പറയാം കേട്ടോ. ചെറിയൊരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു. ഈ ഒരു ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ കഴിയുകയാണ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ? നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഡിസ്ചാർജ് പ്രോസസ്. അപ്പോ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ലാമ പേഷ്യൻസ് നോക്കി, വിവിധ തരത്തിലുള്ള ഡിസ്ചാർജ് നോക്കി അല്ലെ? പിന്നെ നമ്മൾ കുറച്ച് ഡിസ്ചാർജിനെ സംബന്ധിച്ചിട്ടുള്ള AMA ഫോം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പോളിസീസും മറ്റു കാര്യങ്ങൾ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഡിസ്ചാർജ് പ്രോസസ്. ഒരു ഡിസ്ചാർജ് പ്രോസസ് നടക്കുന്നതിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ പറയുന്നതാണ്. നോക്കാം കേട്ടോ. അപ്പോ ഫ്ലോ ചാർട്ട് ആണ്, അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ല, നമ്മൾ ഈ പഠിച്ച സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് വൺ, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഡോക്ടർ ഒരു രേഖാമൂലമുള്ള ഒരു റിട്ടേൺ ഓർഡർ തയ്യാറാക്കും. ദെൻ ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മറ്റു വകുപ്പുകളെ അത് അറിയിക്കും. ഇപ്പൊ പേഷ്യന്റ് വാർഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ വാർഡ് ഇൻചാർജിനെയോ മറ്റും അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കും. ദെൻ റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ് അല്ലെ, മരുന്നുകളൊക്കെ തിരികെ നൽകുന്നു. മീൻസ് എന്താ തിരികെ നൽകുന്നു പറഞ്ഞാൽ, ഇപ്പോ ഓൾറെഡി കിടന്നു കഴിഞ്ഞപ്പോ ബാക്കിയുള്ള ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരികെ എടുക്കും. ദെൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബില്ല് അല്ലെ, ബില്ല് തയ്യാറാക്കലും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുന്നു. ദെൻ ഇനി എന്താ ചെയ്യുന്നത്? ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ബില്ല് പേയ്മെന്റ് ചെയ്യുന്നത് ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അങ്ങനെ ഇൻഷുറൻസ് ക്ലെയിമോ അല്ലെങ്കിൽ എന്തെങ്കിൽ അത് വഴിയിട്ടാണോ എന്ന് ആലോചിക്കുന്നു. ദെൻ വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി. ഇനിയിപ്പോ എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് ദാതാവായിട്ട് അതിന്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പരിശോധിക്കുക. ദെൻ ഇൻഫോം വാട്ട് ടു പേ ദ ബിൽ ബൈ ദ പേഷ്യന്റ്. ബില്ല് അടക്കാനായിട്ട് എന്താണ് ഓരോ വാർഡുകളെ അറിയിക്കും. ഇന്ന വാർഡിൽ ഇന്ന ബില്ലുകൾ പേയ്മെന്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ദെൻ സെറ്റിൽമെന്റ് ഓഫ് ബില്ല്. എന്ത് ചെയ്യും? ബില്ല് സെറ്റിൽമെന്റ് ചെയ്യും. ബില്ല് അടക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് അടക്കും. ദെൻ കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. ഡിസ്ചാർജ് മെഡിസിൻസ് ഒക്കെ ശേഖരിക്കും. ഇന്ന മെഡിസിൻസ് ഒക്കെ ഇനി കഴിക്കാനുണ്ട്, ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ മെഡിസിൻസ് കഴിക്കാനൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ മെഡിസിൻസും മറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശേഖരിക്കുക. ദെൻ എക്സ്പ്ലെയിൻ മെഡിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. ഇനി ആ കൊടുത്ത മരുന്നുകൾ എങ്ങനെയൊക്കെ കഴിക്കണം, എത്ര ഡേ കഴിക്കണം എന്നൊക്കെ ഒന്ന് എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി നൽകുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഡിസ്ചാർജ് സമ്മറി നമ്മൾ ഹോസ്പിറ്റലില് അഡ്മിറ്റഡ് ആയി കഴിയുമ്പോൾ ഒരു ഡിസ്ചാർജ് സമ്മറി കിട്ടും. അതില് നമ്മൾ നൽകിയ മെഡിസിൻസിന്റെയും ഇഞ്ചക്ഷൻസിന്റെയും മറ്റു ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ആ ഡിസ്ചാർജ് സമ്മറിയും നൽകുന്നു. ദെൻ അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. ആവശ്യമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ദെൻ ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം HIS. പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഡോക്യുമെന്റേഷൻസും മറ്റും റിമൂവ് ചെയ്യുന്നു HIS നിന്ന്. എന്താണ് HIS മീനിങ്? എന്താ HIS? സിമ്പിൾ ആണ്, ഒന്ന് ഗസ് ചെയ്ത് നോക്കി. HIS എന്താണ്? ആർക്കറിയില്ല? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ചിലപ്പോ ശരിയായാലോ? പെട്ടെന്ന് ഗസ് ചെയ്ത് നോക്കണേ. എല്ലാവരും തന്നെ ഗസ് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്ന് കമന്റ് ഇടാ പെട്ടെന്ന്. ഏതെങ്കിലും ഒരെണ്ണം ശരിയായിരിക്കും. ഓക്കെ, ഫുള്ളായിട്ട് മീനിങ് അയക്കണം കേട്ടോ. HIS
ഫുള്ളായിട്ട് മീനിങ് അയക്കണേ. വേറെ ആർക്കില്ല പറയാൻ? എച്ച് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ആണെന്ന് നമുക്കറിയാം അല്ലേ? ആ ഏകദേശമൊക്കെ ഓക്കെ. ആൻസർ പറഞ്ഞിട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. സർവീസ് അല്ല, സിസ്റ്റം. ഓക്കെ, അതായത് ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ഡാറ്റയൊക്കെ നമുക്ക് നീക്കം ചെയ്യാന്ന്. ഓക്കെ. മനീഷ ഉണ്ട് പറഞ്ഞത്. ഓക്കെ, മനീഷ നേരത്തെ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഗസ് അടിച്ചാണോ? ഗസ് ചെയ്താണോ? ആൻസർ അറിയാം ഇല്ല? ഓക്കെ, ഗസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഗസ് അടിച്ചത് ശരിയായില്ലേ? ഓക്കെ, അപ്പോ സർവീസ് അല്ലാട്ടോ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളപ്പോ സർവീസ് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൻസർ തെറ്റും. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ആ ഡോക്യുമെന്റേഷൻ റിമൂവ് ചെയ്യുക. അപ്പോ ഇതാണ് ഒരു ഡിസ്ചാർജിന്റെ പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡോക്ടർ രേഖാമൂലമുള്ള റിട്ടേൺ ഓർഡർ പുറപ്പെടുവിക്കും ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട്. ദെൻ ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്, മറ്റു ഡിപ്പാർട്ട്മെന്റിലോട്ടും അത് അറിയിക്കുന്നു. ദെൻ പേഷ്യന്റിന്റെ മെഡിസിൻസ് ബാക്കി ഉണ്ടെങ്കിൽ അത് അവരെ കളക്ട് ചെയ്യും, ഇഞ്ചക്ഷൻസ് കാര്യങ്ങളൊക്കെ. ദെൻ ബില്ല് തയ്യാറാക്കും. അതിനുശേഷം എന്ത് ചെയ്യും? പേയ്മെന്റ് അടയ്ക്കാനുള്ളത് ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ദെൻ വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ്. ഇപ്പൊ അയാൾക്ക് ഇൻഷുറൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെയിം ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കും. ദെൻ ഇൻഫോം വാട്ട് ടു ബിൽ ദ പേഷ്യന്റ്. പേഷ്യന്റിനോട് ബില്ല് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറയും. പിന്നെ എന്ത് ചെയ്യും? സെറ്റിൽമെന്റ് ഓഫ് ബില്ല് സെറ്റിൽമെന്റ് ചെയ്യും. ദെൻ ഡിസ്ചാർജ് മെഡിസിൻസ് ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? മെഡിസിൻസിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കും. ഇന്ന ദിവസം കഴിക്കണം, ഇത്ര ഡേയ്സ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? എക്സ്പ്ലനേഷനും കൊടുക്കും. അതോടൊപ്പം തന്നെ ഡിസ്ചാർജ് സമ്മറിയും നൽകുന്നു. ദെൻ ട്രാൻസ്പോർട്ട് ആവശ്യമെങ്കിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ദെൻ ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവൽ. ഡിസ്ചാർജിന്റെ ഡോക്യുമെന്റേഷൻസ് ഒക്കെ നമ്മളുടെ ആ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ല. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓൾമോസ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്ന് വായിക്കാം. ഡിസ്ചാർജ് പ്രോസസ് ഒന്ന് വായിക്കണം കേട്ടോ. ഫ്ലോ ചാർട്ട് വായിക്കാം. വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ പഠിച്ചൊന്ന് പോകാൻ ശ്രമിക്കണേ. എല്ലാ പോയിന്റ് വായിക്കണം കേട്ടോ. ഓരോ പ്രോസസ്സാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഒരു ഫ്ലോ ചാർട്ട് രൂപേണ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് ആയോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? എളുപ്പമല്ലേ? വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു ഭാഗമാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്.
എന്താ അപ്പൊ നമ്മൾ പറഞ്ഞു ഈ നമ്മൾ അഡ്മിറ്റഡ് ആയി കഴിഞ്ഞു, ഡിസ്ചാർജ് ആകുമ്പോൾ ഒരു ഡിസ്ചാർജ് സമ്മറി തരുന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങളൊക്കെ. ഡിസ്ചാർജ് സമ്മറിയില് മെഡിസിൻസിന്റെ റിപ്പോർട്ടും മറ്റ് ലാബ് ടെസ്റ്റുകളും ഇതെല്ലാം ഉൾപ്പെടുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഉദ്ദേശിക്കുന്നത് നോക്കാം കേട്ടോ. A discharge summary is a clinical report prepared by a health professional at the conclusion of a hospital stay. നമുക്കറിയാം ഒരു ഒരു ആശുപത്രിയിലെ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ സ്റ്റേ, ആ ഒരു ആശുപത്രി വാസത്തിന് ആ ഒരു സമാപനത്തിൽ അല്ലെ നമ്മൾ കുറെ ദിവസം അഡ്മിറ്റഡ് ആയി അതിനുശേഷം എന്തെങ്കിലും ഒരു ആരോഗ്യ വിദഗ്ധൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് തയ്യാറാക്കുന്ന ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ ഡിസ്ചാർജ് സമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is often the primary mode of communication between hospital care team and aftercare providers. ഇത് ഹോസ്പിറ്റൽ കെയർ ടീമും അതായത് നഴ്സസും മറ്റും ഡോക്ടേഴ്സും തമ്മിലും അല്ലെങ്കിൽ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് നമ്മുടെ പേഷ്യൻസും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ ഒരു പ്രാഥമിക മാർഗമാണത്. അതായത് അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലെ, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. എന്ന ടെസ്റ്റുകൾ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് കഴിച്ചു, ഇത്ര ഇഞ്ചക്ഷൻസ് നമ്മൾ ചെയ്തു, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ലാസ്റ്റ് അതിന്റെ എൻഡിങ്ങില് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആരോഗ്യ വിദഗ്ധൻ തയ്യാറാക്കുന്ന ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഡിസ്ചാർജ് സമ്മറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. ഡിസ്ചാർജ് സമ്മറിയിൽ നമ്മളുടെ ട്രീറ്റ്മെന്റ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് ഡിസ്ചാർജ് സമ്മറി നോക്കണം എന്ന് അല്ലെ. നമ്മൾ ആരെങ്കിലും പഴയ എന്തെങ്കിലും റിപ്പോർട്ടുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, then the discharge summary shall include എന്തൊക്കെയാണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കാം, പോയിന്റ്സ് ആണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. The reason for admission, significant findings, diagnosis and patient condition at discharge അല്ലെ. റീസൺ ഫോർ അഡ്മിഷൻ, എന്ത് കാരണത്താലാണ് അഡ്മിറ്റഡ് ആയത്, അല്ലെങ്കിൽ ഏത് രോഗമാണ്, എന്തെങ്കിലും ഡിസീസസ് കൊണ്ടുമാണ് അഡ്മിറ്റഡ് ആയത്. സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് മീൻസ് കണ്ടെത്തലുകൾ, ഓരോ ടെസ്റ്റുകളിലൂടെ കണ്ടെത്തിയ കണ്ടെത്തലുകൾ. അതുപോലെ ഡയഗ്നോസിസ്, രോഗനിർണയങ്ങൾ എങ്ങനെയൊക്കെയാണ് നടത്തിയത്, ഏത് ടെസ്റ്റിലൂടെ ഇന്നതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പേഷ്യന്റ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ്, ആ ടൈമില് ലാസ്റ്റ് ഡിസ്ചാർജ് ടൈമിലുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങള് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, മഴയുണ്ട്, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഓക്കെ, അത് ഓരോ റേഞ്ചിന്റെ പ്രോബ്ലംസ് അല്ലേ, കുഴപ്പമില്ല കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ, മഴയുടെ റേഞ്ച് പ്രോബ്ലം ഉണ്ടാവും, കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോ ഫസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് അഡ്മിഷന്റെ കാരണങ്ങൾ അല്ലെ, എന്തുകൊണ്ടാണ് അഡ്മിഷൻ ചെയ്തത്, അതുപോലെ തന്നെ കണ്ടെത്തലുകൾ, എന്തൊക്കെ കണ്ടെത്തിയ അസുഖങ്ങള്, അതുപോലെ രോഗനിർണയം അല്ലെ, എന്തൊക്കെയാണ് ടെസ്റ്റുകൾ നടത്തി ആ ടെസ്റ്റിന്റെ റിസൾട്ടുകൾ ആ റിപ്പോർട്ടിലൂടെ എന്തൊക്കെയാണ് വ്യക്തമാക്കിയത് അല്ലെ, അസുഖത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങള്. ദെൻ പേഷ്യന്റ് കണ്ടീഷൻ, ആ ഡിസ്ചാർജ് ടൈമിലുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, അന്വേഷണങ്ങളുടെ റിസൾട്ട്, അതായത് ലബോറട്ടറി റിസൾട്ട്, ലാബ് ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ. മൂന്നാമത്തെ പോയിന്റ് ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് പ്രൊസീജിയർ ഡൺ, അതായത് എന്താണ്, നൽകിയ മരുന്നുകളും അതിന്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ്, മെഡിസിൻസ് കൊടുത്തത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇഞ്ചക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചക്ഷൻസിന്റെ പേരുകളും ആ മെഡിസിൻസിന്റെ ഡീറ്റെയിലും മറ്റും. ദെൻ ഫോളോ അപ്പ് അഡ്വൈസ്, ഇത്ര ദിവസത്തിന് ശേഷം വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചില പേഷ്യൻസിനോട് 1 month കഴിഞ്ഞിട്ട് ചെക്കപ്പിനൊക്കെ വരാൻ പറയും, അല്ലെങ്കിൽ ഒരു 1 week കഴിഞ്ഞിട്ടൊക്കെ വരാൻ പറയും. അതുകൂടി ഈ സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. Then medication and other instruction on how to update urgent care in an understandable manner, അതായത് മരുന്നുകളും മറ്റു മരുന്നുകളുടെ നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യും, എന്താണ് ആ ഒരു നിർദ്ദേശങ്ങളും മനസ്സിലാവുന്ന രീതിയിൽ ഒരു എങ്ങനെയൊക്കെയാണ് അടിയന്തര പരിചരണം നേടാമെന്നുള്ളതും കൂടി ഒന്ന് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. മരുന്നുകളും അതിന്റെ നിർദ്ദേശങ്ങളും, മരുന്നുകൾ എപ്പോ കഴിക്കണം, ഇന്ന ടൈമിൽ കഴിക്കണം എന്നൊക്കെ ഉള്ളൊരു നിർദ്ദേശങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ,
ഡിസ്ചാർജ് സമ്മറിയിൽ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അല്ലെ, വലിയ ബുദ്ധിമുട്ടില്ല. ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയതിനു ശേഷം ലാസ്റ്റ് അതിന്റെ എൻഡിങ്ങിൽ എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് അല്ലെ. അത് നമ്മൾ പേഷ്യന്റും അല്ലെങ്കിൽ ആ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു മാർഗമാണത്. അതിലെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ പറഞ്ഞത് ആ സമ്മറിയിൽ ഉൾപ്പെടുന്നത് നമ്മൾ പറഞ്ഞു അഡ്മിഷൻ, എന്തുകൊണ്ടാണ് അഡ്മിറ്റഡ് ആക്കിയത്, അല്ലെങ്കിൽ മറ്റു ഫൈൻഡിങ്സ്, രോഗനിർണയങ്ങള്, അതുപോലെ ലബോറട്ടറി ലാബിന്റെ റിസൾട്ടുകള്, മെഡിസിൻസ്, ഫോളോ അപ്പ് കെയറുകള് എങ്ങനെയാണ്, മെഡിസിൻസ് എപ്പോ കഴിക്കണം, എത്ര ഡേയ്സ് കഴിക്കണം എന്നുള്ള അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഡിസ്ചാർജ് സമ്മറി ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. മെഡിക്കൽ ടേമുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കൂ. ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന് വായിക്കുക. അതുപോലെ തന്നെ എന്താ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഡിസ്ചാർജ് സമ്മറിയും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളും വായിക്കണേ. ലാസ്റ്റ് വൺ പറഞ്ഞത് മെഡിക്കേഷൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, മരുന്നുകളും മറ്റു മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുക. ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ ഇൻ ആൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ, അതായത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അടിയന്തര പരിചരണം എങ്ങനെ നേടാമെന്നും കൂടി അതിൽ ഉൾപ്പെടുത്താന്ന്. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഫിനിഷ്? ദെൻ അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ, വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എളുപ്പമായിരുന്നോ ഈ ചാപ്റ്റർ? പെട്ടെന്ന് കഴിഞ്ഞില്ലേ? അത്യാവശ്യം നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേറെ എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ല ഇവിടെ അല്ലെ? ആണോ? ആരും ഇല്ല ഇവിടെ, എല്ലാരും ഉറക്കത്തിലാണോ മഴയൊക്കെ ആയിട്ട്? ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചത്. ദെൻ നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഇപ്പൊ ഉണ്ടോ? എല്ലാവരുടെയും കയ്യില് നോട്ട്ബുക്ക് ഉണ്ടോ? ഓക്കെ, എങ്കിലും നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തോളൂ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ഓരോ ചാപ്റ്ററിന് ടൈം കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് അങ്ങനെ എക്സ്ട്രാ നോട്ട്സ് പോലെ തരാൻ പറ്റുന്നുള്ളേ. ഓക്കെ, 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 ഞാൻ മറന്നിട്ടില്ല. ഞാൻ പറയട്ടെ കേട്ടോ, ലാസ്റ്റ് 10 മിനിറ്റ്സ് നമുക്ക് പറയാട്ടോ. ഞാൻ ഓർത്തു, പക്ഷെ ഞാൻ എന്റെ മൈൻഡിൽ അത് സെക്കൻഡ്
നിങ്ങളുടെ നെക്സ്റ്റ് ബാച്ചിനോടാണോ എന്നുള്ളൊരു കാര്യം. ഞാനിപ്പോ സ്ക്രീനിൽ നോക്കിയായിരുന്നു, എനിക്ക് ആളുടെ പേര് ഓർമ്മയുണ്ട്, ഷജന. ഓക്കെ, പേര് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോ സ്ക്രീനിൽ കാണുന്നില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നു ആള് നൂൺ ബാച്ചിലായിരിക്കും എന്ന് ഓർത്താണ് ഞാൻ പിന്നെ പറയാണ്ടിരുന്നത് കേട്ടോ. ഓർത്തു എന്തായാലും. ഓക്കെ, പറയിപ്പിക്കാം കേട്ടോ എന്തായാലും ലാസ്റ്റ് 10 മിനിറ്റ്സ്. ഓക്കെ, നോട്ട്ബുക്ക് എടുത്തോ? നമുക്ക് ജസ്റ്റ് ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആയിട്ടൊന്ന് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് എഴുതുക കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ എഴുതിക്കോളൂ, ഡിസ്ചാർജ് പ്രോസസ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഡിസ്ചാർജ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. ഡിസ്ചാർജ്. ഓക്കെ, ഡിസ്ചാർജ് എഴുതിക്കൊണ്ട് താഴെ എഴുതാം, പേഷ്യന്റ് leave a hospital. Patient leave a hospital after completion of treatment. After completion of treatment. ഇപ്പൊ ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് ലീവ് എ ഹോസ്പിറ്റൽ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിന് കംപ്ലീറ്റ് ആയതിനു ശേഷം ലീവ് ചെയ്ത് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ചാർജ് എന്ന് പറയുന്നത്. എഴുതിയോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, then next one is routine discharge. Routine discharge. Routine discharge. എഴുതിക്കോളൂ, processed by which healthcare providers, processed by which healthcare providers, processed by which healthcare providers discharge a patient after treatment. ഒന്നുകൂടി പറയാം, routine discharge, process by which healthcare providers discharge a patient after treatment. നമ്മൾ പറഞ്ഞു ഒരു റൊട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു പ്ലാനഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആണ്. അതായത് ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ്സിനൊക്കെ ശേഷം ഡോക്ടർ തന്നെ ഇന്ന ദിവസം ഡിസ്ചാർജ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചിട്ടുള്ള ഒരു ഡിസ്ചാർജിനെയാണ് നമ്മൾ റൊട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്, അല്ലെ? അവിടെ നമ്മൾ എന്തൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ റൊട്ടീൻ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവരുടെ കണ്ടീഷനെ പറ്റി നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കും, അതുപോലെ മെഡിക്കേഷൻസ്, മരുന്നുകളെ പറ്റിയും, ദെൻ എപ്പോ വരണം, ഫോളോ അപ്പും കാര്യങ്ങളൊക്കെയാണ്, ദെൻ ലൈഫ് സ്റ്റൈൽ, എന്തൊക്കെ ഫുഡൊക്കെ കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു റൊട്ടീൻ ഡിസ്ചാർജിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പേഷ്യൻസിന് കൊടുക്കുന്നത്. ഓക്കെ, then AMA discharge. AMA discharge. Routine ഒന്നും കൂടി പറയണോ? Process by which healthcare providers discharge a patient after treatment. Process by which healthcare providers discharge a patient after treatment. Complete ആയോ? പ്രിയ, കംപ്ലീറ്റ് ആയോ? Okay. Then AMA discharge. എന്താണ് AMA ഫുൾ ഫോം? ആദ്യം എഴുതുക, against medical advice. Against medical advice. അത്രയും മതിയല്ലോ. എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ റൂളുകൾക്ക് എതിരായിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതാണ്, അല്ലെ? അതിൽ നമ്മൾ മെയിൻ കാരണങ്ങൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു റീസൺ പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ നേരത്തെ പോകാനായിട്ട്, അല്ലെ? ഇൻക്ലൂഡിംഗ് ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി, മുൻകൂട്ടി പോകാൻ വേണ്ടി. Then disagreement with the recommended treatment plan.
ആ തന്നിരിക്കുന്ന ഡോക്ടർ പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് പ്ലാനിനോട് എതിർപ്പ്, ഞങ്ങൾക്ക് ആ പ്ലാൻ വേണ്ട എന്നുള്ളൊരിത്. ദെൻ ഡിഫക്റ്റ് വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ, അല്ലെങ്കിൽ കെയറിങ്ങിന്റെ ഒരു ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ടും പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് മാറുന്നത്. AMA അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ പിന്നെ നമ്മൾ നോക്കിയത് ഒരു AMA ഫോം കണ്ടെയ്ൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അത്. ദെൻ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ, അത് ഇനി പറയണ്ടല്ലോ, എഴുതേണ്ട കാര്യമില്ല. ട്രാൻസ്ഫർ ടു അതർ ഫെസിലിറ്റി അല്ലെ, പുതിയൊരു ഫെസിലിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുന്നത്. Then palliative care, discharge to hospice or palliative care. AMA എന്ന് പറഞ്ഞാൽ എന്താണ്? AMA ഫുൾ ഫോം ആണോ ചോദിക്കുന്നത്? AMA അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്നത്. ഡോക്ടർ പറഞ്ഞ പ്ലാനൊന്നും ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സൗകര്യങ്ങളുടെ അഭാവമായിരിക്കും അവർക്ക് തുടരാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ആയി പോകുന്നതിനാണ് ഇങ്ങനെയുള്ളൊരു AMA ഫോം കൊടുക്കുന്നത്. അവര് ഈ ഒരു ഫോമിൽ സൈൻ ചെയ്യിക്കും. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് AMA ഫോമില്? ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് വാങ്ങിച്ചതാണ്, ഡോക്ടേഴ്സും സ്റ്റാഫുകളും എന്നോട് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ പറ്റി പറഞ്ഞു, പക്ഷേ ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതിനാൽ എനിക്ക് എന്ത് സംഭവിച്ചാലും ഡോക്ടേഴ്സും ഇവിടുത്തെ സ്റ്റാഫുകളും ഒരു ഉത്തരവാദി അല്ല എന്നുള്ളൊരു സൈൻ ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? AMA ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ചാൽ ഓക്കെ. നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗുഡ് ഫെസിലിറ്റീസിനും അല്ലെങ്കിൽ മറ്റും എന്താ പറയാ സ്പെഷ്യലിസ്റ്റ് കെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ, എന്താ അവിടെ പറയുന്നത്? അത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണേ. പാലിയേറ്റീവ് കെയർ ഏതാട്ടോ? ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. ഹോസ്പൈസ് എന്ന് പറഞ്ഞാല് എന്താ? അഭയ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയും കേട്ടോ. പാലിയേറ്റീവ് കെയർ എഴുതാം. പാലിയേറ്റീവ് കെയർ എന്ന് എഴുതിയോ? എന്നിട്ട് എഴുതിക്കോളൂ. The process of end of life care for patient. The process of end of life care for patient. End of life care പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാലിയേറ്റീവ് കെയറിന്റെ ക്ലാസ് എടുക്കാനായിട്ട് നമ്മളുടെ ആള് റെഡിയാണ് കേട്ടോ. നമ്മൾ ഒരാളെ ഏൽപ്പിച്ചില്ലേ? ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്തായാലും പറയാൻ ആൾക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ആള് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഓക്കെ. ദെൻ നമുക്ക് ക്ലാസ് എടുപ്പിക്കാളെ കൊണ്ട് കേട്ടോ. ഓക്കെ. ദെൻ അപ്പൊ ഒന്നുകൂടെ പറയണോ? പാലിയേറ്റീവ് കെയറിന് നോക്ക്. The process of end of life care for patient. The process of end of life care for patient. ഓക്കെ. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കിയത് തിങ്സ് യു ക്യാൻ ഇംപ്ലിമെന്റ് അല്ലെ. അതായത് തടസ്സങ്ങൾ നമുക്ക് എങ്ങനെ നീക്കം ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ വരുമാനം എങ്ങനെ കൂട്ടാൻ സാധിക്കും എന്നാണ് അടുത്തത് പറഞ്ഞത്. കുറച്ച് പോയിന്റ്സ് ആയിരുന്നു, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെക്കാം. ബില്ലിംഗ് സിസ്റ്റം അല്ലെ, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം കൊണ്ടുവരിക. ദെൻ ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സുകളും ഇലക്ട്രോണിക് ചാർട്ട്സുകളൊക്കെ ആക്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക. ദെൻ ഡിസ്ചാർജ് പ്ലാനിംഗ് ഡ്യൂറിംഗ് അഡ്മിഷന്റെ ആ ഒരു ടൈമിൽ ഡിസ്ചാർജ് പ്ലാനിംഗ് തയ്യാറാക്കുക. ദെൻ ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ ഒരു നല്ലൊരു കെയർ കോർഡിനേഷൻസ് ഇംപ്രൂവ് ചെയ്യിക്കാം. ദെൻ ബെറ്റർ ബെഡ് മാനേജ്മെന്റ് അല്ലെ, ബെഡ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക. അതുപോലെ എൻഷുർഡ് ഡിസ്ചാർജ് മെഡിസിൻസ് റീച്ചസ് വാർഡ് അല്ലെ, എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് മെഡിസിൻസ് വാർഡുകളിലേക്ക് എത്തിക്കുക. ഓക്കെ. ഇനി നമ്മൾ നോക്കിയത് പോളിസീസ് ആണ് അല്ലെ. കുറച്ച് പോളിസീസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു.
ജസ്റ്റ് ഒന്നും കൂടി പറയാം, നമുക്കൊന്ന് വായിച്ചു പോകാം. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് ആർ എഫക്റ്റീവ്ലി ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ആള് ഡിസ്ചാർജ് ആയെന്ന് ഉറപ്പുവരുത്തുക. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. An authorized hospital discharge shall only made by order from primary consultant. However, patient may discharge himself against medical advice. ഒരു ഓതറൈസ്ഡ് ആയിട്ടും, അതായത് അംഗീകൃതമായിട്ടുള്ള ഒരു ഡിസ്ചാർജും അതുപോലെ തന്നെ പേഷ്യന്റിന് അവരുടെ മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഡിസ്ചാർജ് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? A consultant or designee shall document a discharge instruction in the patient medical record at the time of anticipated discharge. അല്ലെ, അതായത് ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നത് ആരാണോ അവര് ആ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡിൽ ഡിസ്ചാർജ് ചെയ്യാനുള്ള രോഗനിർദ്ദേശങ്ങളും മറ്റും കാര്യങ്ങളും എഴുതണം. Then a discharge summary shall be prepared and all patients are provided with a discharge summary at the time of discharge. ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുകയും അതെന്ത് ചെയ്യുക, ആ ടൈമിൽ അവർക്ക് ഡിസ്ചാർജ് സമ്മറി പേഷ്യൻസിന് കൊടുക്കുകയും ചെയ്യണം. Then ward sister shall be responsible person to ensure compliance with this policy like billing, duration to finish a discharge process, etc. വാർഡ് സിസ്റ്റർ ആയിരിക്കണം ബില്ലിങ്ങിന്റെ കാര്യത്തിലും ഡ്യൂറേഷൻ ഓഫ് ഫിനിഷ് ഡിസ്ചാർജ് പ്രോസസ്സിന്റെ കാര്യത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. Then discharge summary shall contain all patient details. ഒരു ഡിസ്ചാർജ് സമ്മറിയില് പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. Then in case of death, the discharge summary must include the cause of death. ഇപ്പോ ഡെത്ത് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഡിസ്ചാർജ് സമ്മറിയിൽ എന്ത് കാരണത്തിൽ കൊണ്ടാണ് ആള് ഡെത്ത് ആയതെന്ന് കൂടി അതിൽ ഉൾപ്പെടുത്തണം. Then the nurse shall be responsible for completing the discharge checklist and explaining the discharge summary to the patient family, understanding recorded in document discharge checklist by signed by patient family. Patient family കൊണ്ട് ആ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിൽ ഒന്ന് സൈൻ ചെയ്യിക്കണം. Okay. Then patient who requests discharge against medical advice shall be explained risk and informed consent policy. ഇപ്പോ ഏതെങ്കിലും ഒരു പേഷ്യന്റ് മെഡിക്കൽ അഡ്വൈസിനെതിരായിട്ട് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു ദൂഷ്യഫലങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അങ്ങനെയുള്ള റിസ്ക് എന്തൊക്കെയാണെന്ന് അതിന്റെ കാര്യങ്ങളൊന്ന് ഇൻഫർമേഷൻ കൊടുക്കുക. Then patient leave hospital against medical are to on consequence of LAMA and signature to be obtained LAMA form in patient record. അല്ലെ, ലാമയില് ആ ഒരു ലാമ ഫോമിൽ ഒപ്പിട്ട് കൊടുക്കണം. എന്താ ലാമ ഫുൾ ഫോം എന്തായിരുന്നു? ലാമ എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലാമ. പെട്ടെന്ന് കമന്റ് ഇട്ടോളൂ, എന്തായിരുന്നു ലാമ ഫുൾ ഫോം? ലാമ ഓർമ്മയില്ല ആർക്കും? AMA എന്തായിരുന്നു? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. AMA നമുക്കറിയാം, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ലീവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എല്ലാം ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. Then next one, a patient who comes casualty take treatment and leave a hospital with the CMO consent, consultation are given prescription based on patient condition. പേഷ്യൻസിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് CMO ആണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇപ്പോ നമ്മള് കാഷ്വാലിറ്റിയിലൊക്കെ വന്ന് ചിലപ്പോൾ ഒരു ട്രിപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് CMO നിർദ്ദേശപ്രകാരം നമുക്ക് വീട്ടിലേക്ക് പോകാം. Then hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. അപ്പോ ഈ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് പ്ലാനിങ് ആയിരിക്കണം. അതുപോലെ എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോളിസിയിൽ വരുന്നത്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ ഒന്നുകൂടി ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയ ഡിസ്ചാർജ് പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അത് വായിച്ച് തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. അതില് HIS പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സർവീസ് ആണോ സിസ്റ്റം ആണോ?
ഏതാ പറഞ്ഞത്? സർവീസ് ആണോ സിസ്റ്റം ആണോ? H നമുക്കറിയാം ഹോസ്പിറ്റൽ ആണ്. I എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ആണ്. സിസ്റ്റം കേട്ടോ, സിസ്റ്റം ആണ്. സർവീസ് എല്ലാം മാറിപ്പോകാണ്ടിരിക്കാനാണ് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. Then ഡിസ്ചാർജ് സമ്മറി നമ്മൾ നോക്കി എന്താണെന്ന് അല്ലെ. എന്താ ഡിസ്ചാർജ് സമ്മറി? ഇതൊരു ക്ലിനിക്കൽ റിപ്പോർട്ട് ആണ് അല്ലെ. പ്രൊഫഷണൽസ് തയ്യാറാക്കുന്ന, ഹെൽത്ത് പ്രൊഫഷണൽസ് തയ്യാറാക്കുന്ന ഒരു ക്ലിനിക്കൽ റിപ്പോർട്ട് ആണ്. ദെൻ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയ അഡ്മിഷന്റെ റിസൾട്ട്സും ദെൻ ഫൈൻഡിങ്സും മെഡിസിൻസിന്റെ റിപ്പോർട്ടുകൾ, ഫോളോ അപ്പ് അഡ്വൈസുകൾ, ദെൻ മെഡിക്കേഷൻസും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ പോയിന്റുകൾ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഇത്രയുള്ള ഒരു കുഞ്ഞു ചാപ്റ്ററിൽ നമ്മള് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത്യാവശ്യം. ചെറിയ ചാപ്റ്റർ ആയിരുന്നില്ലേ? പെട്ടെന്ന് പഠിച്ചില്ലേ? ഇനിയിപ്പോ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പഠിച്ചു കഴിഞ്ഞിപ്പോ തന്നെ ഇല്ലേ? പഠിച്ചോ നിങ്ങള്? പഠിച്ചോ എല്ലാവരും അല്ലേ? നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ മീൻസ് പറയുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അതിനകത്ത് മെയിൻ ആയിട്ട് ആ ചെറിയ ചെറിയ ഫുൾ ഫോമുകൾ ഒത്തിരി വരുന്നുണ്ട്. AMA, അതുപോലെ എന്തായിരുന്നു ലാമ, ഇപ്പൊ നമ്മൾ പറഞ്ഞ HIS, ദെൻ CMO, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം കേട്ടോ. ദെൻ ഓക്കെ, ഇനി നമ്മള് പാലിയേറ്റീവ് കെയറിന് ഇന്നലെ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് മീൻസ് ചോദിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആള് ചോദിച്ചോ? ഓക്കെ, എന്നിട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചോ പാലിയേറ്റീവ് കെയർ? ചോദിച്ചു. ഒരുപാട് വലിയൊരു ക്ലാസ് ആയിട്ട് എടുക്കാനൊന്നും വയ്യ, അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്ലാസ് ഒന്നും എടുക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ജസ്റ്റ് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ആളിങ്ങനെ വർക്ക് ചെയ്യുന്നതാകുമ്പോൾ നമുക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിവ്, നിങ്ങൾ ഒരാൾ തന്നെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അതൊരു ഇതാണ് കേട്ടോ. ക്ലാസ് പോലെ ഒന്നും എടുക്കണ്ട, ജസ്റ്റ് പറഞ്ഞോളൂ എന്തൊക്കെയാണ് അവിടെ പാലിയേറ്റീവ് കെയറിൽ ചെയ്യുന്നത്. പാലിയേറ്റീവ് മീൻസ് സാന്ത്വനം എന്നാണ് അതിന്റെ meaning. അതായത് വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് സാന്ത്വനം നൽകുക, അവരെ സന്തോഷിപ്പിക്കുക, അവരെ പരിചരിക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി അവരെ പരിചരിച്ച് അവരുടെ ജീവിതാവസാനം വരെ അവർക്ക് ആശ്വാസം നൽകി അവരുടെ ലൈഫ് ടൈം, അവരെത്ര നാൾ ജീവിക്കുന്നോ അത്രയും നാൾ അവരെ പറഞ്ഞു ലൈഫ് എൻഡിങ് പ്രോസസ് ആണ് അല്ലെ. അതുപോലെ തന്നെ ജീവിതാവസാനം വരെ നൽകുന്ന ഒരു പ്രോസസ് ആണ്. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഡോക്ടർ റെഫർ ചെയ്ത അതല്ലെങ്കിൽ പ്രായാധിക്യം മൂലം ബെഡിലായ രോഗികളെ പരിചരിക്കുന്നു. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ബെഡ് സോർ വരാതെ നോക്കുക, യൂറിനൽ കത്തീറ്റർ കൊടുക്കുക, കുറച്ച് ദിവസം കൂടുമ്പോൾ അവർ ചെന്ന് സന്ദർശിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അനങ്ങാണ്ട് കിടക്കുന്ന പേഷ്യൻസിന് ബെഡ് സോർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതിനുള്ള ഇതൊക്കെ ചെയ്തു കൊടുക്കുക, വെള്ളം കുടിക്കുന്നതിന്റെ അളവും അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പ്രിവെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെ നോക്കാൻ നിൽക്കുന്ന, അതായത് വീട്ടില് സഹായിക്കാൻ നിൽക്കുന്നവരെ കൂടി അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഇത്രയും മതി. ക്ലാസ് ഒന്നും എടുക്കണ്ട, ഞാൻ ജസ്റ്റ് ക്ലാസ് എടുക്കുന്നു ഒരു ഇതിൽ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ഷജന നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ഇപ്പോ എന്തെങ്കിലും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കിട്ടിയോ പാലിയേറ്റീവ് കെയറിനെ ആള് പറഞ്ഞപ്പോ, ഷജന പറഞ്ഞപ്പോ എല്ലാവരും കേട്ടായിരുന്നോ പറഞ്ഞത്? ഓക്കെ, ദെൻ അപ്പൊ നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ ആരെങ്കിലും വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ നിങ്ങൾ തന്നെ പറയുമ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ നമ്മുടെ ഷെയർ ചെയ്യാനാണ് നമ്മളുടെ ആ ഒരു അറിവ് അല്ലെ. അപ്പൊ അത് നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടി കുറച്ചുകൂടി അതൊരു എന്താ പറയാ മീൻസ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ചും കൂടി അല്ലെ. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. എനിക്കറിയാൻ പാടില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അപ്പൊ നമ്മളുടെ റിലേറ്റഡ് ആയിട്ടൊക്കെ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പറയാം. അപ്പൊ നമുക്ക് തന്നെ ഇതുപോലെ ഓരോരുത്തർക്ക് പറയാൻ പറ്റുന്ന പോലെ വലിയ ക്ലാസ് ഒന്നും എടുക്കണ്ട എങ്കിലും അത്യാവശ്യം നമുക്കറിയാവുന്ന അറിവ് മറ്റുള്ളവർക്കും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് പകർന്നു കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ പാലിയേറ്റീവ് കെയറിന് നമ്മൾ നോക്കി. ദെൻ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടോ എല്ലാവരും? ചെയ്യുന്നില്ലേ ഡെയിലി?
ഓക്കെ. ദെൻ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീൻസ് ലാമ AMA ഒക്കെ ഒന്ന് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. ദെൻ കുറച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് മോക്ക് ടെസ്റ്റ് ഇട്ട ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു പുതിയൊരു ചാപ്റ്റർ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. കാരണം ഇതിപ്പോ പെട്ടെന്ന് കഴിഞ്ഞു, നോക്കി കുഴപ്പമില്ല, ഭയങ്കര നമ്മൾ പെട്ടെന്ന് എടുത്ത് പോകണ്ട അല്ലെ. നമ്മൾ ഓരോന്നും പഠിച്ചിട്ട് നെക്സ്റ്റ് പോയാൽ മതിയല്ലോ എന്ന് ഓർത്താണ് അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ. അടുത്ത ചാപ്റ്റർ നിങ്ങൾക്ക് ഇൻഫർമേഷൻ അയക്കാട്ടോ. ഞാൻ പെട്ടെന്നത് നോക്കിയില്ല. 2 ബാച്ച് ഉള്ളതുകൊണ്ട് 2 ചാപ്റ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. പറയാട്ടോ എന്തായാലും. ഇൻഫർമേഷൻ തരാം. ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ. ദെൻ അപ്പൊ നമുക്ക് ഈ ഡിസ്ചാർജ് പ്രോസസ് പറഞ്ഞൊരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒന്ന് നമുക്ക് മോക്ക് ടെസ്റ്റ് ഇട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത്രയും മോക്ക് ടെസ്റ്റ് ഇട്ടതൊന്ന് പറയുകയാണ്. നിങ്ങൾ ആൻസർ ഒന്ന് പറ്റുന്ന പോലെയൊക്കെ പറയാം കേട്ടോ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ കുഞ്ഞു ചാപ്റ്റർ ആയതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കത് ബോറായിട്ട് തോന്നുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ചെറിയ ചാപ്റ്റർ ഒക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കാം. വലിയ ചാപ്റ്റർ ഒക്കെ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒത്തിരി പഠിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ചെറിയ ചാപ്റ്റർ ഒക്കെ നമുക്ക് മാക്സിമം ഇനി പഠിച്ചു പോകാൻ നോക്കാം. ഓക്കെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ ചെയ്യാം. ഓക്കെ. നമ്മൾ ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഇട്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് ഇപ്പൊ ടൈം കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇടാൻ പറ്റാതെ വരുന്നത് കേട്ടോ. ഓക്കെ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇടണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം. നമുക്ക് ജസ്റ്റ് ആ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ. നിങ്ങൾ നോട്ടിൽ എവിടം വരെയാണ് ഇപ്പൊ നമ്മൾ എഴുതിയത്? ലാസ്റ്റ് എവിടെയാ എഴുതി നിർത്തിയത്? പാലിയേറ്റീവ് കെയറിന്റെ വരെയല്ലേ? ഓക്കെ. ഡിസ്ചാർജ് സമ്മറി എന്ന് എഴുതിക്കോളൂ. ഡിസ്ചാർജ് സമ്മറി അത് എഴുതിയില്ലല്ലോ. ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി എഴുതിക്കോളൂ. ക്ലിനിക്കൽ റിപ്പോർട്ട് എഴുതിക്കോളൂ കേട്ടോ. ക്ലിനിക്കൽ റിപ്പോർട്ട് prepared by health professional. Clinical report prepared by health professional. At the end of hospital stay. At the end of hospital stay. ജസ്റ്റ് ഒറ്റ വാക്കില് വായിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത്രയും മതി. ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ക്ലിനിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റേ. നോക്കിയോ? കഴിഞ്ഞോ? എഴുതിയോ എല്ലാവരും? ഓക്കെ. നമ്മള് ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ഡിസ്ചാർജ് സമ്മറിയുടെ മോഡൽ നമുക്ക് നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. കാണാം. ഓക്കെ. ചെറിയ അക്ഷരമാണ്, എന്നാലും ഏകദേശം ഒന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഒരു ഡിസ്ചാർജ് സമ്മറിയുടെ ഒരു മോഡലാണ് തന്നിരിക്കുന്നത്. എഴുതിയിട്ടൊന്നുമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കാം. കണ്ടോ? പേഷ്യന്റിന്റെ നെയിം, അതുപോലെ മെഡിക്കൽ റെക്കോർഡ് നമ്പർ, അതായത് അവിടുത്തെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡ് നമ്പർ, ദെൻ അഡ്മിഷൻ ഡേറ്റ്, എന്നാണ് അഡ്മിറ്റഡ് ആയത്, ഡിസ്ചാർജ് ഡേറ്റ്, ഡിസ്ചാർജ് ആയ ഡേറ്റ്, അതുപോലെ അറ്റൻഡിങ് ഫിസിഷ്യൻ, ഏത് ഫിസിഷ്യനെയാണ് കണ്ടത്, ഡിക്റ്റേറ്റഡ് ബൈ എന്ന് വെച്ചാൽ മീൻസ് ആരെയൊക്കെയാണ് വേറെ ഡിക്റ്റേറ്റ് ചെയ്യിപ്പിച്ചത്, ദെൻ പ്രൈമറി കെയർ ഫിസിഷ്യൻ, ആദ്യം വേറെ ഏതെങ്കിലും ഫിസിഷ്യനെ ഒക്കെ കണ്ടിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ആളുടെ പേര്, ദെൻ റെഫറിംഗ് ഫിസിഷ്യൻ, എന്നിട്ടാണോ അടുത്ത ഒരാളെ റെഫർ ചെയ്തെങ്കിൽ ആ ഒരു റെഫറിംഗ് ഫിസിഷ്യന്റെ പേര്,
then consulting physician അല്ലെ, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിസിഷ്യന്റെ പേര്, then condition of discharge. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിസ്ചാർജിന്റെ കണ്ടീഷൻ, അതിൽ ഇപ്പോ ആ ഡിസ്ചാർജ് സമയത്തുള്ള ആളുടെ കണ്ടീഷൻ എന്താണെന്നും കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. then ഫൈനൽ ഡയഗ്നോസിസ്, എന്തൊക്കെയാണ് രോഗനിർണയ ടെസ്റ്റുകളൊക്കെ ചെയ്തത് കണ്ടോ, ഫസ്റ്റ് ഡയഗ്നോസിസ് ഏതൊക്കെയാണ് ചെയ്തത്, ലാബ് റിസൾട്ടുകളൊക്കെ, then പ്രൊസീജിയേഴ്സ്, അതുപോലെ എന്തൊക്കെയാണ് വേറെ പ്രൊസീജിയേഴ്സ് മറ്റു ചെയ്തത്, ഇപ്പൊ ട്രിപ്പ് ഇട്ടോ അല്ലെങ്കിൽ മറ്റേ നമ്മള് ഇഞ്ചക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. then ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്, അല്ലെങ്കിൽ ആ ഒരു മീൻസ് രോഗത്തിന്റെ ആ ഒരു ഹിസ്റ്ററി എന്താണെന്ന്. then ലബോറട്ടറി ഡാറ്റ, അവിടുത്തെ ലബോറട്ടറി ടെസ്റ്റുകളും അതിന്റെ ഡാറ്റകള്. then അതുപോലെ ഹോസ്പിറ്റൽ കോഴ്സ് മീൻസ് ലിസ്റ്റ്, എത്ര ഡേറ്റ് കിടന്നു, എത്ര ദിവസം കിടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. then ഡിസ്ചാർജ് മെഡിക്കേഷൻസ്, ഡിസ്ചാർജ് മെഡിസിൻസുകൾ. then ഫ്രം അഡ്മിഷൻ മെഡിസിൻസ്, അഡ്മിറ്റ് ആയപ്പോൾ മെഡിസിൻസ് എന്തൊക്കെയാണ് കഴിച്ചതെന്ന്. ഇനി ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻ, ഡയറ്റ് ആക്ടിവിറ്റീസ്, ഡിസ്ചാർജ് ടു ഹോം നഴ്സിംഗ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡയറ്റ് ഉണ്ടോ, അങ്ങനെ മറ്റു പ്രവർത്തനങ്ങളും മറ്റും. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഏകദേശം ഒരു എന്താ നല്ല രീതിയിൽ മനസ്സിലായി കാണും അല്ലെ. ഡിസ്ചാർജ് സമ്മറി ക്ലിയർ ആയി ഇപ്പൊ എല്ലാവർക്കും? മോഡലും കൂടി കണ്ടപ്പോ കുറച്ചും കൂടി ഐഡിയ കിട്ടിയില്ലേ? കിട്ടിയോ? കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഡിസ്ചാർജ്, അത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, എങ്കിലും അത്യാവശ്യം വായിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഞാൻ അതിനുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞത് കേട്ടോ. മിസ് ചെയ്ത് എന്റെ കയ്യിലുണ്ട്. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആക്സിഡന്റ് ആയിരുന്നേ, കയ്യൊക്കെ ഒടിഞ്ഞ് കുറച്ച് നാൾ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അത് ഡിസ്ചാർജ് ആയപ്പോ സമ്മറി ഒക്കെ മേടിച്ചിട്ട് വന്നേ ലീവിന് വേണ്ടിയിട്ട് അവിടെ കാണിക്കാനായിട്ട്, ESIയിൽ കാണിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതിലും ഉണ്ടായിരുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഞാന് കഴിഞ്ഞ ദിവസം ലീവായിരുന്നു, അപ്പൊ ഇപ്പഴത് കണ്ടേ. ഇനി ഞാൻ നോക്കിക്കോളാം, ഇവിടെ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നോടെ ഒന്ന് റിവൈസ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ സംഭവം അതാ ഞാൻ പറഞ്ഞത്, കുറെയൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോ നമ്മുടെ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അതിനുള്ളതൊക്കെ നമ്മൾ സ്വയം നിങ്ങൾ നോക്കുമ്പോ ഇതൊക്കെ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോ ഡിസ്ചാർജ് സമ്മറിയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു മോഡലാണ്. മോഡൽ മീൻസ് ഇതൊക്കെയാണ് നമ്മളിപ്പോ ഈ പറഞ്ഞില്ലേ ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്സും കാര്യങ്ങളും ഈ സെയിം മോഡൽ തന്നെയാണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇങ്ങനെ കുഴപ്പമില്ലല്ലോ, പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുവിധം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു 60% പഠിച്ചു കഴിഞ്ഞെന്ന് തന്നെ പറയാം ഇല്ലേ? ഷുവർ ആണോ? 60% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞോ? ഒന്നും അറിയാത്തൊരായിട്ട് ആരും ഇല്ലല്ലോ ഒരു ഡിസ്ചാർജ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററില്. ക്ലാസ് കേൾക്കാത്തവർ ചിലപ്പോ ഉണ്ടാവും, പറയാൻ പറ്റില്ല. പക്ഷെ അത്യാവശ്യം നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ ഇനി ഇത് ഈ പാഠം പഠിക്കേ വേണ്ട, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞോ പഠിച്ച്? ഓക്കെ, യെസ് മാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻഫർമേഷൻ ഞാൻ അയക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഇൻഫർമേഷൻ ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ് എല്ലാ ക്ലാസ്സുകളും നോക്കിയിട്ട് പോകുന്നുണ്ടോ? ടീച്ചേഴ്സിന്റെ ഒക്കെ എങ്ങനെയാ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരുടെയും ക്ലാസ്സുകള്? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട്സ് ഒന്നും ഇല്ല ആർക്കും? ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.